ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളിന്ന് ഉച്ചയ്ക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മരിച്ചിനിയാണ്. ആദ്യം തന്നെ നമ്മൾ മരിച്ചിനി ഒരു തവണ വെള്ളത്തിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഊറ്റിയായിരുന്നു. ഇത് രണ്ടാമത് നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഉപ്പൊക്കെ നോക്കി നമ്മൾ വീണ്ടും കുറച്ച് തിളച്ച വെള്ളമാണ് വീണ്ടും ആഡ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമ്മൾ ഊറ്റിന് ശേഷം പിന്നെ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. നമുക്ക് ആദ്യം പച്ചവെള്ളത്തിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിക്കണമെങ്കിലും രണ്ടാമത് വേവിക്കുമ്പോൾ നമ്മൾ തിളച്ചിട്ട് ചൂടുവെള്ളമാണ് ഒഴിക്കണത്. എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ നോക്കി വീണ്ടും നന്നായിട്ടൊന്ന് വേവിക്കണുണ്ട്. പിന്നെ നമ്മൾ മരിച്ചിനി രണ്ട് വെള്ളവും ഊറ്റി കളഞ്ഞതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ മുളക് പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ്, മുളക് പൊടി ആഡ് ചെയ്യില്ല കേട്ടോ. അങ്ങനെ അതും രണ്ടാമത് ഊറ്റി നമ്മൾ നന്നായിട്ടൊന്ന് ഇടിച്ച് പ്രസ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കണുണ്ട് കേട്ടോ. എനിക്ക് നല്ല സോഫ്റ്റായിട്ട്, നമ്മൾ ഈ പറയില്ലേ ബട്ടർ സോഫ്റ്റ് എന്ന് പറയില്ലേ, എനിക്ക് അങ്ങനത്തെ മരിച്ചിനിയാണ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇങ്ങനെ പാളിപ്പാളിയായിട്ടിരിക്കുന്ന മരിച്ചിനി കഴിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കണുണ്ട്. ശേഷം നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് മരിച്ചിനി കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. കാരണം അവർക്ക് എന്തായാലും ഈ എരി പറ്റത്തില്ല. നന്ദുക്കുട്ടി 5th സ്റ്റാൻഡേർഡിലാണ് കേട്ടോ. പിന്നെ ഇളയാൾ, അപ്പോൾ മോനും ഭയങ്കര കുഞ്ഞാണ്. അപ്പോൾ രണ്ടുപേർക്കും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചു. ശേഷം നമുക്ക് വേണ്ടിയിട്ട് ഇതിവിടെ ഈ മുളകിൻ്റെ പേരെന്താണ്, ഒടങ്കൊല്ലി മുളകെന്ന് പറയും. നല്ല മണവും നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ടേസ്റ്റ്. നന്നായിട്ട് അതും ചതച്ച് ഞാൻ അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ മരിച്ചിനി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ഒടങ്കൊല്ലി ഒടങ്കൊല്ലി മുളക് കിട്ടുവാണെങ്കിൽ ഒന്ന് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ സൂപ്പറായിരിക്കും. അപ്പോൾ മരിച്ചിനി റെഡിയായി. നമ്മൾ പിന്നെ മീൻ വെക്കാൻ പോവുകയാണ്. നമ്മൾ കുഞ്ഞിലെ മുതലേ അമ്മയൊക്കെ വെച്ച് വരുന്ന ഒരു രീതി ഇങ്ങനെയാണ് കേട്ടോ. ഈ മീൻ ഭയങ്കര ടേസ്റ്റിയാണ്. കാരണം നമ്മൾ പണ്ട് മുതലേ കഴിച്ച് വന്ന ആ രീതി നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. പിന്നെ അമ്മയാണ് വെച്ച് തരുന്നതെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാൻ വയ്ക്കാനുള്ള ഒരിതുണ്ട് കേട്ടോ. എന്നാലും കൊള്ളായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ആദ്യം ഇടുന്നതെന്ന് വെച്ചാൽ തേങ്ങ ഇട്ടു, ഉള്ളി ഇട്ടു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടി കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. ഇന്ന് നമുക്ക് കറിവേപ്പില തീർന്നു പോയി കേട്ടോ. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പില ഇടാറില്ല, കഴിവതും ഇടാറില്ല. നമ്മൾ എവിടെയെങ്കിലും കറിവേപ്പില കിട്ടുവാണെങ്കിൽ അങ്ങനെയാണ് ഇടുന്നത് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്നൊക്കെ കിട്ടും, അങ്ങനെയൊക്കെ ഇടും. അങ്ങനെ അതരച്ച് ചേർത്തു. എന്നിട്ട് കുറച്ച് വെള്ളം മിക്സി കഴുകിയിട്ട് അതും കൂടി ചേർക്കണുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ പണ്ട് മുതലേ മീൻ വെച്ച് വരുന്ന രീതി. മിക്ക മീനുകളും ഇങ്ങനെയാണ് വയ്ക്കുന്നത് കേട്ടോ. തിരച്ചി അങ്ങനത്തെ മീനുകൾ മാത്രമാണ് വറുത്തരച്ച് വയ്ക്കുക. പിന്നെ പുളിയും കൂടി പിഴിഞ്ഞ് ഒഴിച്ചായിരുന്നു. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ മീൻ ആഡ് ചെയ്യും കേട്ടോ. നമുക്കെല്ലാവർക്കും നമ്മുടെ അമ്മമാർ വെച്ചിരുന്ന ഫുഡ് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നും അല്ലേ. പിന്നെ നമ്മളിപ്പം ഒടങ്കൊല്ലി മുളകും ഉള്ളതുകൊണ്ട് അതും ആഡ് ചെയ്തു കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തു. അമ്മ എടുത്ത് പറയും മീൻ നീ വയ്ക്ക്, അതാണ് അമ്മയ്ക്ക് കഴിക്കാൻ ഇഷ്ടമെന്ന്. ഞാൻ പറയും അമ്മ വയ്ക്കണതാണ് എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നമ്മൾ മാറി മാറി കഴിക്കാൻ നമുക്കിഷ്ടമാണല്ലേ. അത് പൊതുവേ അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ മുളക് ഒക്കെ ഇട്ടു. അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നു കേട്ടോ. തിളച്ച് വരുന്നതിന് ശേഷം നമ്മൾ മീൻ നന്നായിട്ട് കഴുകിയിട്ട് അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ടാണ് നമ്മൾ ഇടണത് കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നു കേട്ടോ. എന്നിട്ട് ഇവിടെ നമുക്ക് ഉപ്പൊക്കെ നോക്കാം. നമ്മൾ ഈ മീനെന്ന് പറയുന്നത് മത്തി ആണ് കേട്ടോ. ഞാൻ ഫുള്ളും ഇടുന്നില്ല, കുറച്ച് 2-3 പീസ് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ മീനെല്ലാം ഇട്ടു. മീനെല്ലാം നന്നായിട്ട് പിഴിഞ്ഞിട്ടാണ് ഇടുന്നത് കേട്ടോ. കുറച്ച് വെള്ളം കളഞ്ഞിട്ടാണ് ഇടുന്നത്. അങ്ങനെ മീനൊക്കെ ഇട്ട് നല്ല ടേസ്റ്റായിരുന്നേ ഈ മീൻ കഴിച്ചിട്ട്. സ്വന്തമായിട്ട് വെച്ചിട്ട് സ്വന്തമായിട്ടല്ലേ കൊള്ളാമെന്ന് കുഞ്ഞിലേക്ക് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ മീൻ ഒക്കെ തീരുമ്പോൾ അമ്മ ചട്ടിയിലിട്ട് ബാക്കി ചോറും ഇട്ട് ഉപ്പുമൊക്കെ ഇട്ട് ഇങ്ങനെ നന്നായിട്ട് കുഴച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ഉരുട്ടി വായിൽ വെച്ചിരും കേട്ടോ. അതിൻ്റെ സ്വാദ് ഈശ്വര, എനിക്ക് അന്നും എന്തോ ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മയുടെ കൈ കൊണ്ട് കുഴച്ച് തരുന്ന ഫുഡിന് ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. ഒരു ഉപ്പും പുളിയും ഇങ്ങനെ ഞെവിടി തന്നാൽ പോലും അതിനും ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോഴും അത് ഭയങ്കര ഇഷ്ടമാണ്, ആ ഒരു ഫീലിംഗ് ഒക്കെ. അപ്പോൾ നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഇട്ടു. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. നല്ല ഫ്രഷ് മീനായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. കരിവേപ്പിലയുടെ ഒരു കുറവുണ്ട് കേട്ടോ, കരിവേപ്പില കിട്ടിയില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ ഇട്ടില്ല. പിന്നെ ഞാൻ അവസാനം നമ്മുടെ ഈ വാളംപുളിയാണോ കുടംപുളിയാണോ, എനിക്കിത് രണ്ടും എപ്പോഴും മാറിപ്പോവും, എന്തോ ആ സംഭവം കൂടി കുറച്ചുകൂടി ഇട്ട് കേട്ടോ.
ഇട്ട് നമ്മൾ സവാള അരിഞ്ഞിട്ട് മീൻ പൊരിച്ചതിന് ശേഷം അതിലിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ ഉപ്പെല്ലാം നോക്കി. ഇപ്പം കറിവേപ്പിലയുടെ പ്രസൻസ് ഇല്ല, ഒട്ടുമില്ല. അതും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. അങ്ങനെ മീനെല്ലാം റെഡി ആയിട്ടുണ്ട്. മീൻ പൊരിച്ചത് റെഡിയായി, മീൻ വറ്റിച്ചെടുത്ത് നമ്മൾ കറി വെച്ചത് അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ മരിച്ചിനി, പിന്നെ നമ്മൾ ചോറ് വിളമ്പി കഴിക്കുകയാണേ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നിങ്ങളിങ്ങനെയല്ല ഒന്ന് വയ്ക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ എന്താണ്, കഴിഞ്ഞ വീഡിയോ കാണാത്തവർ എന്തായാലും കാണണം കേട്ടോ. ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ മീനെടുത്തു, മരിച്ചിനി വെച്ചു. മീൻ മരിച്ചിനിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് നല്ല ഇങ്ങനെ കുഴച്ച് നല്ല കഴിക്കണം, സൂപ്പറായിരിക്കും. അന്തസ്. അങ്ങനെ മോനെ കഴിക്കണം. അവൻ ആദ്യം ചോറ് മാത്രം ഇട്ട് കുറച്ച് കഴിക്കും കേട്ടോ. പിന്നെ നമ്മളൊരു സിനിമ കാണാൻ വേണ്ടി റെഡി ആവുകയാണ്. ഈ ഡ്രസ്സ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരാണെങ്കിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ലിങ്ക് എല്ലാം ഇട്ടിട്ടുണ്ട്, കാണണം കേട്ടോ. പിന്നെ അപ്പം മോന് ആനയെ കണ്ട്, ആനയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്, അതിൽ കയറണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ ഞാൻ അമരൻ മൂവിയാണ് കാണാൻ പോയത് ഗൈസ്. അടിപൊളി സിനിമ, എനിക്കൊന്നും പറയാനില്ല. ആർമിയോടും ഒരു ബിഗ് സല്യൂട്ട് എന്ന് മാത്രമേ ഉള്ളൂ പറയാൻ. പിന്നെ ശിവകാർത്തികേയനും നമ്മുടെ സായി പല്ലവിയും സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കരയാതെ കുറേ നേരം പിടിച്ചിരുന്നു, പിന്നെ ഭയങ്കരമായിട്ട് കരഞ്ഞു പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർ ഫിലിം. കാണാത്തവരെന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണണം, അടിപൊളിയായിരുന്നേ. പിന്നെ മോൻ തണുക്കണമെന്നൊക്കെ പറഞ്ഞ് ദേഹത്ത് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ വീണ്ടും സ്വെറ്ററൊക്കെ ഇട്ട് പിന്നെ പൊരി കഴിച്ചപ്പോൾ അവൻ വീണ്ടും ഇങ്ങനെയൊക്കെ വെച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത്. പിന്നെ ആണ് കേട്ടോ, നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പം വീഡിയോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മൾ നല്ലൊരു സൂപ്പർ ലഞ്ച് കഴിച്ച്, സദ്യ, പരിപ്പും പപ്പടവും എല്ലാം കൂട്ടി. നമ്മുടെ കേരള സദ്യ ഭയങ്കര ടേസ്റ്റിയാണല്ലേ. അപ്പോൾ അതെല്ലാം കൂട്ടി, പപ്പടമൊക്കെ കൂട്ടി ഒരു പിടി ചേട്ടാ, സൂപ്പറായിരുന്നു. പിന്നെ പായസം, പപ്പടം, പഴം എല്ലാം കൂടി കുഴച്ച് അടിച്ച് കഴിച്ച് സൂപ്പറായിരുന്നു. എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. സദ്യ ഇഷ്ടമുള്ളവരെല്ലാം ഒരു ലൈക്ക് തരണേ. പിന്നെ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലവ് യു ഓൾ. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.